വിജയൻ കാറ് മാറി മേടിച്ചോടി? എനിക്കറിഞ്ഞൂടാ. അറിഞ്ഞുകൂടെന്നോ? നീ ഇപ്പൊ വിജയന്റെ ഭാര്യയല്ലേ? വിജയൻ വേറെ പെണ്ണ് കിട്ടിയോ? മോഹം കാണും, കെട്ടണമെന്നും കെട്ടിക്കണമെന്നും ഒക്കെ. ഈ കാറ് വിജയൻ വാങ്ങിച്ചതാണെന്ന് ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നോടി? വിജയേട്ടൻ വാങ്ങിയതാണോ അല്ലയോന്ന് എനിക്കറിഞ്ഞൂടെന്നാ ഞാൻ പറഞ്ഞത്. എന്നോട് ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഓ, ഈ ഒരു കാര്യമെങ്കിലും അവൻ തന്നിഷ്ടത്തിന് ചെയ്തല്ലോ. സന്തോഷം. ജാനിക്കുട്ടി എവിടെ? എവിടെ പോയി? കരുനാഗപ്പള്ളിയിലോ? അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? നേരാണോടി? കുഞ്ഞേച്ചി അവിടെയാ, ഇപ്പൊ കാണാനില്ല. പോയി. എവിടെ പോയി? ജാനിക്കുട്ടി എങ്ങോട്ട് കൊണ്ടുവന്നില്ലടി രത്നമ്മേ, കരുനാഗപ്പള്ളിന്ന്? ഇല്ല. അതെന്താ? അവളെ കിട്ടിയ വിലയ്ക്ക് അവർക്ക് വിറ്റോ? അമ്മയുടെ അടുത്ത് നിർത്തിയിട്ട് പോന്നതാ. ഓ ഓ ഓ, മനസ്സിലായി. നിന്റെ അമ്മയുടെ മലവും മൂത്രവും കോരാൻ അല്ലേ? നീ ആള് കൊള്ളാവല്ലോടി. അവർക്കൊന്നും കൊടുക്കാൻ മനസ്സില്ലെങ്കിലും ശരി, അവളെ പിഴിഞ്ഞ് പരമാവധി ഊറ്റും. ഞാൻ വിജയനോടൊന്ന് ചോദിക്കട്ടെ, ഇതിനാണോ നീ ഗോവിന്ദൻകുട്ടിയുടെ കയ്യിൽ നിന്ന് ആ കൊച്ചിനെ ദത്തെടുത്തതെന്ന്? അമ്മയപ്പോ വന്നു. ഞാൻ ഇത്തിരി നേരം കിടന്ന് ഉറങ്ങിപ്പോയി. അമ്മ എങ്ങനെ വീട് കണ്ടുപിടിച്ച്? എടാ വിജയ, ജാനിക്കുട്ടി എവിടെ? അമ്മ അത് അത് ഒരബദ്ധം. ഇവിടെ കരുനാഗപ്പള്ളിക്കാർക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണോ നീ ആ കൊച്ചിനെ ദത്തെടുത്തത്? ഇനി ഒരു നിമിഷം അവളെ അവിടെ നിർത്താൻ പാടില്ല. ഇപ്പൊ തന്നെ പോയിക്കോ, ചെന്ന് വിളിച്ചോണ്ട് പോ. നിനക്ക് പറ്റില്ലെങ്കിൽ പറ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. നീ എന്താടാ മിണ്ടാത്തെ? നിന്റെ കെട്ടിയോളെ പേടിച്ചിട്ടാണോ, അതോ അവളുടെ തള്ള കരുനാഗപ്പള്ളി സരസമായി പേടിച്ചിട്ടോ? പറയടാ. എനിക്കൊരുത്തിയും പേടിയില്ല, ഞാൻ പോവാം. എന്നാലും ഇത് കുറച്ച് കഷ്ടമാ കേട്ടോ വിജയ. 3 വർഷത്തോളം അവളെ അവിടെയിട്ട് കഷ്ടപ്പെടുത്തിയത് പോരാഞ്ഞിട്ടാണോ അവളെ അവിടെ വിട്ടിട്ട് പോകുന്നത്? അതോ നിങ്ങൾ അവളെ ഉപേക്ഷിച്ചോ? അത് ജാനിമോള്. നിനക്ക് പോയി വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ശരി, ഞാൻ തന്നെ പോവാം.